ഗുഡ് മോർണിംഗ് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുജറാത്തിലാണുള്ളത്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. വട സിറ്റിയായ അഹമ്മദാബാദിലാണ്. എൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം തന്നെ ഞാൻ അഹമ്മദാബാദിലേക്ക് വരുന്നത്. അഹമ്മദാബാദിൽ സിറ്റി സൈഡ് മോസ്കിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. ആദ്യത്തെ ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ വന്ന് ഇറങ്ങി. ഇതുണ്ട് ഇവിടെ പ്രാവിനൊക്കെ തിരിയുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ കൊടുക്കണം. അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ നേരെ പിന്നിലാണ് സിറ്റി സൈഡ് മോസ്ക്. ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ രാവിലെ ഇങ്ങനെ പുറത്തിറങ്ങി വല്ല ഭക്ഷണം കഴിക്കണം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങണം. നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങളിവിടെ തൊട്ടന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത്. പള്ളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. മുസ്ലിംസാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടത്, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ 7-8 ഖബറുകളുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകാത്തത് പറഞ്ഞാൽ മയ്യത്ത് മറവേദിക്കുന്ന സ്ഥലം, മരിച്ചു കിടക്കുന്ന ഒരു മറവേദിയ സ്ഥലത്തിന് പറയുന്നത് ഖബർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ പിന്നിലുണ്ട് ഒരു മരമൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ കാണുന്നത്. അസ്സലാമലൈക്കും. ഒരു പള്ളിയിലാണുള്ളത്. സിറ്റിയുടെ നടുക്കന്നുള്ള സിറ്റി സായിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയിലാണുള്ളത്. ഞാൻ മുന്നൊരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് വന്നതിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഹൗസിൻ്റെ ഒക്കെ അപ്പുറത്ത് ചെറുതായിട്ട് എന്തോ ഒരു പണിതുകൊണ്ടിരിക്കുന്നത്. ഇത് പഴയ പുരാണമായിട്ടുള്ളൊരു പള്ളിയാണ്. AD 1572 ഇവിടെ നരേന്ദ്രമോദി വരെ വന്നിട്ടുള്ള ഒരു പള്ളിയാണ്. 5 നേരം നിസ്കാരം നടക്കുന്നുണ്ട്. ഇവിടെ വിസിറ്റേഴ്സിന് വരാം. സ്ത്രീകൾ വരെ വരുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു മാനദണ്ഡയിൽ വന്നാൽ മതി എല്ലാത്തിനും കാണാൻ പറ്റുന്ന പള്ളി വെറുതെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു പാർക്കുണ്ട്. അത് പള്ളിയിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നടക്കുന്ന നിസ്കാരത്തിൻ്റെ സമയങ്ങൾ എഴുതി വെക്കണുണ്ട്. അത് ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുള്ള ഗുജറാത്തി ഭാഷയാണ്. അതിൻ്റെ ഇപ്പുറത്ത് അറബിയാണ്. സുബി 6:45, 2 മണിക്ക് ളുഹർ, അതിന് അസർ 5:15. ഇവിടെ സൂര്യൻ്റെ സമയം ബാക്കിയുള്ള സമയം വിട്ടിട്ട് വ്യത്യാസമുണ്ട് ഗുജറാത്തിൽ. അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയം മാറുന്നു. 8:15. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ വൈകിയാണ് നേരം വിളിക്കുക. അതുപോലെ വൈകി തന്നെയാണ് ഇരുട്ടുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മുക്രിയാണ്. മയിൽപ്പീലി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സമയം കണ്ട 12:15. ഇപ്പോൾ ളുഹറിൻ്റെ സമയമായിട്ട് ളുഹർ സ്കരിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. നമ്മളങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. പള്ളിയുടെ തൊട്ട് തന്നെയുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്. ഇനി നമ്മൾ ആഡലാജ് സ്റ്റെപ്പുവെൽ കാണാൻ പോകണം. അതിന് ഇവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സില്ല. ചാൻഖേറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ബസ്സുണ്ട്. അവിടെ നിന്ന് ബസ് മാറി കഴിഞ്ഞിട്ട് ആഡലാജിലേക്ക് പോകണം. ബസ് സ്റ്റോപ്പിൽ ബസ്സും വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് ഈ ചാൻഖേറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. तो भैया आडालाज जाने के लिए बस किधर मिलेगा? अच्छा
ഷെയർ ഓട്ടോ കിട്ടിയിട്ടുണ്ട് 20 രൂപ ഒരാൾക്ക് ഷെയർ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക. 4 പേര് എന്ന ഡ്രൈവർ ഓടിക്കുന്നത്, ഫ്രണ്ടിൽ 4 ബാക്കിൽ 4 അങ്ങനെ. आपका नाम क्या? ID पे आई है. अच्छा എന്നാൽ നമ്മൾ അഡലാജ് ജംഗ്ഷനിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഇത്തിരി നടക്കണം. സ്റ്റെപ്പ് വെല്ലിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ട്രീറ്റിൻ്റെ ഇടയിലാണ്. ये पापड़ है कितने पैसे है? 100 रुपये किलो. 100 रुपये. अच्छा नाम क्या है आपका? नाम क्या है? रूपाराम. अच्छा नाम. चलो നമ്മളിങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് 25 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. ഇതാണ് ഇതിൻ്റെ പിന്നിൽ ഗാർഡൻ. ഇതാണ് ഈ സ്റ്റെപ്പ് വെല്ല്. അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അഡാലാജ് സ്റ്റെപ്പ് വെല്ലിൽ എത്തിയിരിക്കുന്നു. നൗ ഹോൾഡ് യുവർ സീറ്റ്, ലെറ്റ് മീ ടേക്ക് യു ടു ദ ഹിസ്റ്ററി. പണ്ട് 1498 ദണ്ഡായി ദേശം ഭരിച്ചിരുന്നത് റാണവീര സിംഗ് ആയിരുന്നു. വരൾച്ച കൂടുതൽ കണ്ടുവരുന്ന തൻ്റെ നാട്ടിൽ ഒരു വലിയ കിണർ പണിയണമെന്ന് രാജാവിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കിണറിൻ്റെ പണികൾ തുടങ്ങി. പെട്ടെന്ന് ആ നാട്ടിൽ യുദ്ധം വന്നു. ഗുജറാത്തി സുൽത്താനായിരുന്ന മഹ്മൂദ് ബെഗാദിയുടെ കീഴിൽ ഈ രാജ്യം വന്നു. റാണവീര സിംഗ് കൊല്ലപ്പെട്ടു. ഈ പ്രദേശം മുസ്ലിം ഭരണാധികാരിയുടെ കൈക്കലായി. ഈ കൊച്ചു രാജ്യം അങ്ങനെ ഗുജറാത്തി സുൽത്താൻ്റെ കീഴിലും. ഈ രാജ്യം അപ്പോൾ കൈക്കലാക്കിയിരുന്ന മഹ്മൂദ് ഷായ്ക്ക് റാണവീര സിംഗിൻ്റെ പത്നിയായ ദണ്ഡായി ദേശത്തിൻ്റെ റാണിയുമായ രൗദാദേവിയോട് പ്രണയം തോന്നി. അങ്ങനെ വിവാഹത്തിന് താൽപ്പര്യമറിയിച്ചു. റാണി ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു, ആ കിണറിൻ്റെ പണികൾ തീർക്കണം. അങ്ങനെ സുൽത്താൻ്റെ നേതൃത്വത്തിൽ ആ കിണറിൻ്റെ പണികൾ വീണ്ടും തുടങ്ങി. പണി തീർത്ത് കല്യാണത്തിന് ഒരുങ്ങേണ്ടി വന്നിരുന്ന റാണിക്ക് ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന അഡാലാജ് സ്റ്റെപ്പ് വെൽ. ഇന്നും നമുക്ക് 5 നിലകളിൽ 3 നിലകൾ വ്യത്യസ്തമായി കാണാൻ പറ്റും. ഇങ്ങനെ കണ്ട ഇതാണ് ഈ സ്റ്റെപ്പ് വെല്ലെന്ന് വിളിക്കാനുള്ള കാരണം. ഇതൊരു കിണറാണ്. ഈ സ്റ്റെപ്പുകളൊന്നുമല്ല. അങ്ങനെയാണ് ഈ അഡലാജ് സ്റ്റെപ്പ് വെൽ എന്ന് പേര് വന്നിട്ടുള്ളത്. ഒരു കുറേ ചില്ലറകൾ ഇട്ടേക്കുന്നത് എന്താ കോയിൻസാണ് ഈ കിടക്കണം, ഈ തിളങ്ങണതൊക്കെ. ഗുജറാത്തിൽ തന്നെ വേറൊരു സ്ഥലമുണ്ട്, പാട്ടനിൽ റാണി കീ വാവ് എന്നാണ് പറയുക. നമ്മളെ 100 രൂപയിൽ പുതിയ 100 രൂപയുടെയൊക്കെ പിന്നിലുള്ള ഒരു സ്ട്രക്ചറാണ് അത് ഇന്ത്യൻ റുപ്പിയിൽ ഗുജറാത്തിലെ പിക്ചറുള്ളത് ആകെ റാണി കീ വാവ് മാത്രമാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഉണ്ട് ഈ സാധനം കാണാനായിട്ട്. അവിടെ ഞാൻ മുന്നൊരിക്കൽ പോയിട്ടുണ്ട് പാട്ടനുള്ളിൽ. അവിടേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത് ഓർമ്മ വന്നു. കറക്റ്റ് അതുപോലെ തന്നെയുള്ളൊരു സാധനമാണ്. അഡാലാജ് സ്റ്റെപ്പ് വെല്ലിനെ ഗുജറാത്തിയിൽ വിളിക്കുന്ന വാവ് എന്ന് തന്നെയാണ്. റാണി കീ വാവിനെയും വാവ് തന്നെയാണ് ഗുജറാത്തിയിൽ പറയുക. ഇത് റാണവീര സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാണ് 1498 വർഷത്തിൽ.
അദ്ദേഹം പിന്നെ ഒരു യുദ്ധത്തിൽ മരിച്ചു. ഇപ്പോഴും അതിൻ്റെ ട്രിബ്യൂട്ടായിട്ടാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമാണ്. അഹമ്മദാബാദ് എന്നല്ല, ഗുജറാത്തിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ അഡലാജ് സ്റ്റെപ്വെൽ. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, വളരെ ചുരുക്കം ആൾക്കാരെ വരുന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ നെറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കണാരം ഭയങ്കര തണവാണ്. അതിൻ്റെ ഉള്ളിൽ അടിപൊളി സ്ഥലമാണത്. ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടണില്ല എന്നുള്ളൂ. ഒക്കെ ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഗാർഡനുകളാണ് അതൊക്കെ കാണുന്നത്. ഇവിടെ എന്ത് വടക്ക് ഇങ്ങനെ ചെന്നിങ്ങനെ ഇരിക്കാം. ആ മരം നോക്കി, ഇതാണ് ഈ സ്റ്റെപ്വെൽ. ഞങ്ങളങ്ങനെ അഡ്ലാജിൻ്റെ അവിടെ നിന്ന് ഗാന്ധി ആശ്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. അഡ്ലാജിൻ്റെ അവിടെ നിന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. ഷെയർ ഓട്ടോ കിട്ടി. ഒരാൾക്ക് 30 രൂപ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വരെ നമുക്ക് ഇറക്കി തരും. അല്ലെങ്കിൽ ആ ജംഗ്ഷൻ വരെ നമുക്ക് ബസ് കിട്ടും. അവിടെ നിന്ന് 800 മീറ്റർ നമുക്ക് ഇങ്ങോട്ട് നടക്കാവുന്നുള്ളൂ. അത്ര ദൂരമൊന്നുമില്ല. പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല. അപ്പോൾ കോവിഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻ കാരണം അതിൻ്റെ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് എത്താനായിട്ട്. മാസ്ക് കമ്പൽസറി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആരും ഇങ്ങനെ ഇട്ടുന്നില്ല. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഭയങ്കര പീസ്ഫുള്ളാണ്. കുറേ മരങ്ങളും തത്തകൾ വരുന്ന കാര്യങ്ങളൊക്കെ. തത്ത അതുപോലെ വെറും കിളികളാണ് ഇവിടെ. പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ സ്ഥലം. ഇതുപോലെ തന്നെ നമ്മളെ നാഗ്പൂർ അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ ബാപ്പുക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഗാന്ധിജി മുന്നേ താമസിച്ചിരുന്ന ഒരു വീടാണെന്നാണ് അങ്ങനെ പറയുന്നത്. അവിടുത്തെ ഐതിഹ്യം സെയിം തന്നെ സ്ട്രക്ചറും അവിടുത്തെ അതുപോലെ തന്നെ കാണാനുള്ള പീസ്ഫുള്ളും പക്കാ തന്നെ. നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് മ്യൂസിയമാണ്. ഈ വഴി അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിൽ ഈ സ്ഥലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശ്രമമുള്ളത്. സേവാഗ്രാമിൽ വാർധ എന്ന് പറഞ്ഞിട്ട്. ഞാൻ മുംബൈ വാപ്പി ഇന്ത്യ. സിറ്റി എന്ത് ഭംഗിയില്ലല്ലേ ഇവിടെ നിന്ന് വന്ന്.
وسلامة عليك يا رسول